ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ കട്ടൻ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഓർത്ത് രാവിലെ തന്നെ ഈ ചാള കറി വെക്കാം. നല്ല ചാളയല്ലേ, ഫ്രിഡ്ജിലേക്ക് വെച്ച് വെറുതെ ഐസ് പിടിപ്പിക്കണ്ടല്ലോ. നല്ല പച്ചരി പോലത്തെ ചാള, എന്ത് തന്നെയായാലും നല്ല നെയ്യൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ചെറിയ ചേമ്പൊക്കെ ഇട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ അത് തേങ്ങയൊക്കെ അരച്ച് വേണം നമുക്കിത് കറി വെക്കാനായിട്ട്. അപ്പോൾ തേങ്ങ പൊതിച്ചതൊക്കെ തീർന്നു പോയി. അന്നൊരു തേങ്ങയൊക്കെ പൊതിച്ചെടുക്കാമെന്ന് വിചാരിച്ചേ. ഈ ചെറിയ ചേമ്പുണ്ടല്ലോ നല്ലപോലെ ഒരുക്കി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കുണ്ടല്ലോ വെള്ളത്തിലിടണം. എന്നിട്ട് വേണം അത് നല്ലപോലെ പുഴുങ്ങിയെടുക്കാൻ. എന്നിട്ട് ആ വെള്ളമൊക്കെ കളയണം, അല്ലെങ്കിൽ ചൊറിയും. എൻ്റെ ചേച്ചി ഉണ്ടല്ലോ, ഞാൻ ചേമ്പ് കൊടുത്തു വിട്ടപ്പോൾ ചേച്ചിക്ക് ഇത് അറിയാൻ പാടില്ലായിരുന്നു. ചേച്ചി അടപ്പത്ത് വെച്ചിട്ടും എന്ത് ചെയ്തെന്ന് അങ്ങനെ തന്നെ വേവിച്ചിട്ടും അങ്ങനെ തന്നെ ചേച്ചി ചെമ്മീനൊക്കെ ഇട്ട് ഒലത്തി. പിന്നെ ചൊറിഞ്ഞിട്ട് അണ്ണാക്കും കൂടി ചൊറിഞ്ഞിട്ട് പാടില്ല, ഓട്ടം പിടിച്ച്. പിന്നെ പുള്ളിക്കാരത്തി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വാളംപുളി ഉണ്ടെങ്കിൽ അത് കഴിച്ചാൽ മാറുമെന്ന് പറഞ്ഞു. പിന്നീട് എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരത്തി വെള്ളം ഊറ്റി കളഞ്ഞിട്ടുണ്ടായില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ചെറിയ ഈ ചേമ്പ് ഇങ്ങനെ നല്ലപോലെ ഒരുക്കിയൊക്കെ എടുത്ത് വെള്ളത്തിലിടുക. എന്നിട്ട് നല്ലപോലെ നമ്മൾ അലമ്പിയൊക്കെ കഴുകണം. മണ്ണൊക്കെ ഉണ്ടാവും, നമ്മൾ മണ്ണിൽ നിന്ന് പറിച്ചെടുക്കണേല്ലേ. നല്ലപോലെ കഴുകി നമ്മുടെ ഇഷ്ടമുള്ള ഭാഗത്തിന് നമുക്ക് മുറിച്ചൊക്കെ എടുക്കുക. അത് ഇന്ന ഇതൊന്നുമില്ല, നമുക്ക് തോന്നണതിന് വട്ടം മുറിക്കണോ അല്ലെങ്കിൽ നീളം മുറിക്കണോ, അതെങ്ങനെയാണ് നിങ്ങളുടെ ഇഷ്ടം പോലെയൊക്കെ കേട്ടോ. എന്നിട്ട് അത് നമുക്ക് നല്ലപോലെ നന്നാക്കി എടുത്ത് വെള്ളത്തിലിടണം. അത് അലമ്പി കഴുകി അടുപ്പത്തൊക്കെ കുറച്ചധികം വെള്ളമൊക്കെ വെച്ചിട്ട് വേണം അത് നമുക്ക് പുഴുങ്ങിയെടുക്കാൻ. പെട്ടെന്ന് വേഗം കേട്ടോ. അപ്പം ഇത്തിരി ഉപ്പിട്ടേക്കണം, അപ്പോൾ ആ കഷ്ണത്തിന് ഉപ്പൊക്കെ പിടിക്കുമല്ലോ. എന്നിട്ടുണ്ടല്ലോ അതിനാവശ്യമായിട്ട് ഞാൻ ഒരു മുറി തേങ്ങയാണ് കേട്ടോ എടുത്തത്. ആ തേങ്ങയിൽ ഞാൻ അരക്കാൻ നേരത്ത് 2 സ്പൂണ് മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഒരു കഷ്ണം ഇഞ്ചി, ഇതെല്ലാം ചേർത്താണ് അരച്ചത് കേട്ടോ. പിന്നെ അതിനാവശ്യമായിട്ട് നമുക്ക് ഉടമ്പുളി വേണം. അപ്പോൾ കുറച്ച് ഉടമ്പുളി അത് നല്ലപോലെ കഴുകിയെടുക്കണം, മണ്ണൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ. എന്നിട്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിനാവശ്യമായിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് യോജിപ്പിക്കാം കേട്ടോ. പിന്നെ ഇതിനേക്ക് നമുക്ക് ഇത്തിരി വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക് അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടുണ്ടല്ലോ നമുക്ക് നല്ലപോലെ ഇത് അടച്ച് മൂടി വെക്കണം. അപ്പോൾ പെട്ടെന്ന് നമുക്കുണ്ടല്ലോ അത് തിളച്ച് കിട്ടും. തുറന്നിട്ട് കത്തിക്കുമ്പോൾ പെട്ടെന്ന് കത്തി അങ്ങനെ തിളക്കൊന്നുമില്ല. അതാണ് അങ്ങനെ മൂടി വെക്കണത്. ചേമ്പ് വെന്ത് കഴിയുമ്പോൾ നമുക്കുണ്ടല്ലോ നല്ലപോലെ ഊറ്റിയെടുക്കാം. എന്നിട്ട് ആ വെള്ളം നമുക്ക് കളഞ്ഞു വെക്കാം കേട്ടോ. ചാളയുണ്ടല്ലോ നല്ലപോലെ ക്ലീനാക്കിയൊക്കെ വെച്ചേക്കണേനെ. നമുക്ക് ആവശ്യമായിട്ട് ഇതിൻ്റെ മെയിൻ താരം എന്ന് പറയുന്നത് നമ്മുടെ നെയ്യ്. അറിയാൻ പാടില്ലാത്തവർക്ക് ഇത് അറിയാൻ പറ്റില്ല, അറിയാവുന്നവർക്ക് ഇതെന്താണെന്ന് അറിയാം. ചാളയുടെ ഉള്ളിലുള്ള നെയ്യാണ്. കുടലൊക്കെ നീക്കം ചെയ്തിട്ട് അത് നല്ലപോലെ നമുക്ക് അഴുകിയൊക്കെ എടുക്കണം. അതിടുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് കേട്ടോ. നെയ്ച്ചാള വരാൻ കാത്തിരിക്കണമായിരുന്നു ഇങ്ങനെ ചേമ്പിട്ട് കറി വെക്കാനായിട്ട്. എന്നിട്ട് നമുക്കുണ്ടല്ലോ ഈ ചേമ്പ് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ആ വെള്ളത്തിൽ നിന്ന് ഒരു ഓട്ടക്കയ്യിൽ വെച്ച് ഊറ്റിയെടുത്തിട്ടും നമ്മുടെ ഈ ചാളയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ഒന്ന് നല്ലപോലെ കിടന്ന് ആ നെയ്യൊക്കെ പിടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റായിരിക്കുമേ. എന്നിട്ട് പിന്നെ നമുക്കിതിനാവശ്യമായിട്ട് കുറച്ച് വേപ്പിലയും ചുമന്നുള്ളിയൊക്കെ മതി. അതൊക്കെ നമുക്ക് എടുത്തിട്ട് മൊരിയിച്ച് നല്ലപോലെ എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. കറി പറ്റി കഴിയുമ്പോഴാണ് കേട്ടോ മൊരിയിച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. എന്ത് രസമാണെന്നറിയാമോ? കൂട്ടിയേക്കണവർക്ക് അറിയാൻ പറ്റും, അല്ലാത്തവർക്ക് അറിയില്ല. ചേമ്പൊന്നും ചില കുട്ടികൾ കഴിക്കൂല. പക്ഷേ ഇങ്ങനെയൊക്കെ വെച്ച് കൊടുത്താൽ ഭയങ്കര ടേസ്റ്റായിരിക്കും. നമുക്ക് ഇനിയും നെയ്ച്ചാള കിട്ടിയ ഇതുപോലെ ചേമ്പും അതുപോലെ പിണ്ടി ഉണ്ടല്ലോ, പിണ്ടിയും ഇട്ട് കറി വെക്കാട്ടാ. ഞാനൊരു ദിവസം പിണ്ടി ഇട്ട് വെക്കണ കാണിച്ചു തരാം. എന്നിട്ട് കുറച്ച് മീൻ ഞാൻ വറുത്തേതായാലും കറി മാത്രമല്ലേ ഉള്ളതെന്ന് വിചാരിച്ച്. പിന്നെ രാവിലത്തെ കടലയും ഇടിയപ്പമൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ചായ കുടിച്ചത് കേട്ടോ. എന്ന് വെച്ചാൽ ഈ മീൻ വേഗം എടുക്കണമെന്നുള്ള ഒരു ഇതിലാണ് ഞാൻ നിന്നേച്ചത്. പിന്നെ ഞാനതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പറമ്പിലേക്ക് ഇറങ്ങി. അപ്പം നമ്മുടെ ഉണ്ടല്ലോ ഈ മൽബറി ഉണ്ടല്ലോ ഒരുപാടുണ്ടായിട്ടാ. ഇത് ഞാൻ ഫോട്ടോ എടുത്ത് നിങ്ങളെ കാണിച്ചില്ല. ഒരു 2 കിലോത്തോളം നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ അവിടെ ഇവിടെയൊക്കെ ഉള്ളതാണ്, കുറച്ച് പഴുത്തൊക്കെ ഇങ്ങനെ കിടക്കും. കിളികളൊക്കെ കൊണ്ടുപോയി. എന്നാലും എന്തോരോ ഇപ്രാവശ്യം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ പഴുക്കണ പറിച്ചെടുക്കും. അപ്പോൾ തോടായത് കാരണം ചിലപ്പോൾ പറിച്ച് ഇങ്ങനെ എത്തി വലിഞ്ഞൊക്കെ പറിക്കുമ്പോൾ തോട്ടിലോട്ടൊക്കെ പോകും. അങ്ങനെ കിട്ടിയതൊക്കെ പറിക്കും, കുറേയൊക്കെ കിളിയും കൊണ്ടുപോകും. എന്നാലും നമുക്കത് നല്ലതാണ് ബ്ലഡ് ഉണ്ടാവാനും അതുപോലെ തളർച്ച, ക്ഷീണം, ഇതെല്ലാം ഒത്തിരി രോഗങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഏതായാലും കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇത് നമ്മൾ ഒരു കമ്പ് മാത്രം നട്ടാൽ മതി. പിന്നെ വലിയ പരിചരണമൊന്നും വേണ്ട
വേണ്ട, അത് തന്നെ ഇങ്ങനെ ഉണ്ടായിക്കോളും. പിന്നെ ഇത്തിരി കൂടി വളമൊക്കെ ചെയ്താൽ പറയേ വേണ്ട. അപ്പം നോക്കിയപ്പോൾ ഒരു ചേന മുളച്ചിരിക്കണ്. എന്നിട്ട് എന്നെ നടാറായില്ലല്ലേ നിങ്ങൾക്ക്? ഞാൻ എന്തോരം മുളയൊക്കെ വന്ന് ഇങ്ങനെ വേരൊക്കെ പിടിച്ചിരിക്കണേന്, എവിടെയെങ്കിലും എന്നെ നട്ടുവെക്കലായില്ലേ എന്ന് ചേന എന്നെ നോക്കി പറഞ്ഞു. അപ്പം ഉണ്ടല്ല, പറമ്പിലിറങ്ങിയപ്പോൾ 2 കൊലയോളം ഇങ്ങനെ കാറ്റൊക്കെ വന്നപ്പോൾ ഒടിഞ്ഞു വീണതായിട്ടാണ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു പടലോളം കിളിയൊക്കെ കഴിച്ച്. ഇവരെല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് പോരാല്ല. ഒന്നില്ലേ കടയിൽ കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ എല്ലാവർക്കും കൊടുത്ത് നമ്മളും കഴിക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നോക്കിയപ്പോൾ ഒരു പൈനാപ്പിൾ കിട്ടിയായിരുന്നേ. അപ്പോൾ ആ പിണ്ടിയൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വന്നേനെ. കുറച്ച് പിണ്ടി എടുത്തിട്ടും ഞാനിപ്പോൾ കറി വെക്കാമെന്ന് വിചാരിച്ച്. ബാക്കിയുള്ളത് നമുക്ക് സമയം അനുസരിച്ച് അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണമെങ്കിലൊക്കെ കൊടുക്കുക. പിന്നെ അതിൻ്റെ തൊണ്ടൊക്കെ ഇങ്ങനെ കളയാതെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരാഴ്ചയിൽ മേലേക്ക് അങ്ങനെ ഇരുന്നോളും, അത് ചീഞ്ഞു പോകാണ്ടൊക്കെ. എന്നിട്ട് നമുക്ക് സൗകര്യം അനുസരിച്ച് കറിയൊക്കെ വെക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പഴം അങ്ങോട്ട് കടയിൽ കൊടുക്കുമെന്നും പറഞ്ഞ് അങ്ങനെ വെച്ചതാണ്. ഒരു പടല ചെത്തിക്കളഞ്ഞായിരുന്നു. കിളി ഏതായാലും കഴിച്ചതല്ലേ, നല്ല വലിയ പഴമാണ് കേട്ടോ. അപ്പം നോക്കിയപ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ പറമ്പിൽ ഒത്തിരി ചക്ക മഴയൊക്കെ പെയ്തിട്ട് ആകെ ചീഞ്ഞൊക്കെ പോയി. പിന്നെ ഇങ്ങനെ ഇത് പഴുത്തതൊക്കെയാണ്, അത് നമുക്ക് പൊടി മുക്കിയിട്ടുണ്ടല്ലോ പൊരിച്ചെടുക്കുക, നല്ല ടേസ്റ്റാണ്. അത് ഇത്തിരി പിള്ളേർക്കൊക്കെ കൊടുക്കണമെങ്കിൽ ഇത്തിരി പഞ്ചസാരയൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഇത്തിരി പൊടിയൊക്കെ എടുത്ത് കുഴച്ച് കനം കുറച്ചരിഞ്ഞ് അത് നമുക്ക് വറുത്തെടുക്കുക. അപ്പോൾ 4 മണിക്കുള്ള ഒരു പലഹാരം